ഹലോ ഗൈസ്, കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ B2D ഗെയിമിംഗ് വീണ്ടും വള്ളി പിടിച്ചിട്ടുണ്ട്. അത് കുറച്ച് വലിയ വള്ളിയായിട്ടുണ്ട് ഗൈസ് പിടിച്ചത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പോവാണ്. എന്നാൽ പിന്നെ പൊക്കൂടെ, പിന്നെ ഞാൻ വെറുതെ ക്യാമറ ഓണാക്കി മൈക്കേം വെച്ച് ഇവിടെ നിൽക്കണേ. അപ്പോൾ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തന്നിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് കണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. എന്നിട്ട് പടച്ചോനോടത്ത് ആരും ഇത് കാണല്ലേ ഗൈസ്. ഓക്കെ, ആരും ഇത് കാണല്ലേ. കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്തായി പോകും. ഓക്കെ, ഭ്രാന്തായി പോകും. പക്ഷേ ഇത് നോക്കണ്ട പറഞ്ഞത് വേറൊന്നുമല്ല. കാരണം ഇയാൾ എന്താ പറയുന്നത് ഇയാൾക്ക് പോലും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഓക്കെ, വെറുതെ ഇവർ കാണാം. അപ്പം ഞാൻ ഇതിൻ്റെ സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞങ്ങൾക്ക് പറഞ്ഞുതരാം സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഇതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വാക്സ് എന്നോ മറ്റേ ഇയാൾ നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ വന്നിട്ട് വാക്സ് ബോട്ട് വ്യൂസ് ഇടുന്നൊക്കെ ഇവിടെ പറയുന്നു. ഓക്കെ, എനിക്കറിയില്ല. ഞാൻ ലൈവ് നോക്കിയില്ല കേസുകൾ. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല ഇയാളുടെ ലൈവ് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പം ഞാൻ ലൈവ് നോക്കാറില്ല കേസുകൾ. ലൈവ് ഞാൻ നോക്കാറുമില്ല. എന്തിനാ കേസ് പറയുന്നത്? ഫുള്ള് അവരാതാണ് കേസ് ഫുള്ള് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇയാൾ പറയുന്നത് ഇയാൾക്ക് പോലും മനസ്സിലാവുന്നില്ല കേസ്. നമുക്ക് എന്താ പറയുക, ഒരു പൊട്ടത്തരെ വിളിച്ചു പറയുക കേസ്. എന്തൊക്കെയോ പറയാണ് ഗൈസ്. അപ്പോൾ ഗ്യാൻ അതുപോലെ റായും എന്താണ് ഗെയിം നിർത്തിയപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗൈസ്. കാരണം ഗെയിമിലത്തെ ഒരു കോപ്പിലെ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ഹാക്കേഴ്സാണ് കൂടുതൽ. ഓക്കെ, അത് ഇയാൾ കളിക്കുന്ന പോലെ ഇയാൾക്ക് എങ്ങനെ അറിയാം? കളിക്കാതെ ഇയാൾക്ക് തന്നെ അറിയാം ഹാക്കേഴ്സ് ഉണ്ടെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? ഓക്കെ, എന്തൊക്കെയോ പറയാണ് ഗൈസ്. ഇയാൾ പറയുന്നത് എന്താ, വാക്സും റായും ഗ്യാനൊക്കെ ഗെയിമിനെ പുച്ഛിക്കാന്ന് ഇവിടെ പറയുന്ന ഇയാൾ. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സ് ഒരു സ്റ്റോറി ഇട്ടു. അത് ഞാൻ ഇവിടെ കാണിച്ചേക്ക്, ഇവിടെ കൊടുത്തേക്ക സ്റ്റോറി. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല എന്താ പറയുന്നതെന്ന്. ഓക്കെ, ഇതിലവൻ എന്താ ഉദ്ദേശിച്ചാൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇയാൾ പറയുന്നത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ 500 MB ഗെയിം അല്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം ഗൈസ്. ഞങ്ങൾക്കൊരു പുച്ഛമായി തോന്നുന്നുണ്ടോ ഗൈസ്? ഇത് ഗെയിമിനെ പുച്ഛിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ വാക്സ് പറയുന്നത് കറക്റ്റാണ്. കാരണം സ്വന്തം ഉമ്മാക്ക് വിളിച്ചാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ ഗൈസ്? നിങ്ങൾ ഉമ്മാക്ക് വിളിച്ചാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? വെറുതെ ഇരിക്കുമോ നിങ്ങൾ? ആൻഡ് നമ്മുടെ വാക്സിൻ്റെ ഉപ്പ ഐ തിങ്ക് 6 മാസം മുമ്പെന്തോ മരിച്ചാണെന്നാണ് വാക്സ് പറയുന്നത്. അപ്പോൾ ഉമ്മാക്ക് വിളിച്ച് വാപ്പാക്ക് വിളിച്ച് നിങ്ങൾ മിണ്ടായിരിക്കും ഗൈസ്. നിങ്ങളെ മരിച്ചുപോയ വാപ്പ പോയിട്ട് നിങ്ങൾ പറഞ്ഞ് മിണ്ടായിരിക്കുമോ നിങ്ങൾ കൈയും കൊട്ടി നോക്കി നിൽക്കുമോ? ആ സെയിം സംഭവമാണ് ഇവിടെ വാക്സ് ചെയ്തത്. അതിൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ല ഗൈസ്. ഇതിലിവൻ എന്താ പറയുക, ഗെയിമിനെ എനിക്കൊന്നും ഇതിൽ പുച്ഛിച്ചായിട്ട് ഇവൻ എന്നും പറയുന്നില്ല. കാരണം അത് സത്യമാണ്. വെറും ഒരു ഗെയിമിൻ്റെ പേരിലാണ് ഇവിടെ ഇത്ര കിടന്ന് ഉമ്മാക്കോ വാപ്പാക്കൊക്കെ പറയുന്നത്. ഓക്കെ, അത് വെറും 500 MB ഗെയിമിൻ്റെ പേരിൽ. അതായത് 500 MB ഗെയിമിൻ്റെ അവന് ഫ്രീ ഫയറിനെ പുച്ഛമാണ്. അതായത് അവനിട്ട സ്റ്റോറിയിൽ നിങ്ങൾ കാണുന്നില്ലേ? അതായത് 500 MB ഗെയിംസിൻ്റെ പേരിൽ നീ എൻ്റെ അതേ കണ്ട ഇയാൾ പാതി മറ്റേ വാക്കൊക്കെ വിഴുങ്ങിയിട്ടാണ് ഇയാൾ പറയുന്നത്. ഇയാൾ ഇത് മാത്രം ഇയാൾ റായിനെ കുറിച്ച് പറയാൻ ഞാൻ കാണിച്ചാൽ നോക്കുന്നത്. അപ്പം അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ കളിയാക്കിയെന്നില്ല ബാക്ക് സ്റ്റോറി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. പൈസ ഇപ്പോൾ എല്ലാവരും ഒരു സ്റ്റോറി ആക്കാൻ മുതല. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക, ഒരു കസലെടുത്ത് കുറച്ച് ബാക്ക് ഇരിക്കുക. ഓക്കെ, കുറച്ച് ബാക്കോട്ട് ഇരിക്കുക, എന്നിട്ട് കേൾക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് റെയ്സ്റ്റാറും ഗ്യാൻ സുജനും ഇതേ കാരണം പറഞ്ഞിട്ടാണ്, അതായത് അവർക്ക് ഈ ഒരു ഗെയിമിനെ പുച്ഛമായിട്ടാണ് അവർ ഇറങ്ങിപ്പോയത് എന്ന് റായ് പറഞ്ഞോ? ഇല്ലെങ്കിൽ ഗ്യാൻ ഗെയിമിൽ വന്ന് പറഞ്ഞോ? ഞാൻ ഈ ഗെയിമിന് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഈ ഗെയിമിന് പുച്ഛിക്കാണ്, അതുകൊണ്ട് ഞാൻ ഈ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നൊക്കെ വന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടല്ലോ ഒരു തെളിവ്, ഒരു പ്രൂഫ് പറഞ്ഞു വെച്ചാണ് ഞാൻ അപ്പം തന്നെ ഫ്രീ ഫയർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വൈക്കങ്ങ് പോകും. ഓക്കെ, പ്രൂഫ് വേണ്ട, അതുപോലെ പ്രൂഫ് കൊണ്ട് പറഞ്ഞത്. അല്ലാതെ വെറുതെ ഇരുന്ന് കൊണക്കരുത് കേട്ടോ. വെറുതെ ഇരുന്ന് കൊണക്കാൻ വേണ്ടിയല്ല ഇത് യൂട്യൂബ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, നമ്മൾ റോഡ് ടു 200 ആണ്. ഓക്കെ, 200 എന്നല്ല 200 ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കുക, മാക്സിമം സപ്പോർട്ടാക്കുക. ഓക്കെ, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് അല്ല, സെക്കൻഡ് വീഡിയോ ആണ്. ബട്ട് നമ്മളിതുപോലെ ഫ്രീ ഫയർ പറ്റുള്ളത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇനിയും വീഡിയോ വരുന്നതായിരിക്കും. അതിന് ഗൈസ് എനിക്കൊരു ഇതാണ് ഗൈസ്, കാരണം നമ്മളൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു റായി. അപ്പോൾ റായിനെ പറ്റി ഒരാൾ കുറ്റമെന്ന് പറയുമോ? അത് ഒന്നുമല്ല, ഫ്രീ ഫയറിനെ പറ്റി ഒന്നും ആകറിയുന്നത് മറ്റേ ഡയമണ്ട് ടോപ്പ് ഇത് മാത്രം അറിയുന്നു അയാൾക്ക്. പൈസ ഇടുക, പൈസ എറിയുക, എന്നിട്ട് സബ്സ്ക്രൈബർ ആക്കുക.
അത് ഇയാൾ പ്ലാൻ ചെയ്തിട്ട് പോയി അതുകൊണ്ട് ഇയാൾ വാക്സിനെ പിടിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, സംഭവം അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഷോർട്സ് എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സും കൂടി ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ഗൈസ്. ഓക്കെ, കീപ് സപ്പോർട്ടിങ്. ഓക്കെ, എല്ലാവർക്കും ബൈ, ലവ് യു ഗൈസ്, ബൈ.